വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 12:50-നാണ് മധ്യ മ്യാൻമാറിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും 6.8 തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ഉണ്ടായത്. സാഗൈങ് നഗരത്തിന് 16 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായും 10 കിലോമീറ്റർ താഴ്ചയിലുമാണ് പ്രഭവ കേന്ദ്രമെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ഭൂചലനത്തിൽ മ്യാൻമാറിലെ മ്യാൻഡയിലെ പ്രശസ്തമായ ആവ പാലം തകർന്നു. ഒരു പള്ളി ഭാഗികമായി തകർന്നു. നിരവധി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുകയും റോഡുകൾ പിളരുകയും ചെയ്തിട്ടുണ്ട്. ഭൂകമ്പത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക പ്രകടിപ്പിക്കുകയും സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഉദ്യോഗസ്ഥന്മാരോട് സജ്ജരായിരിക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. മ്യാൻമാറിലും അയൽ രാജ്യമായ തായ്ലാൻഡിലും അനുഭവപ്പെട്ട ശക്തമായ ഭൂചലനത്തിൽ 100ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തു. കെട്ടിടങ്ങൾ തകർന്നു വീണ് നിരവധി പേർ കുടുങ്ങിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത ഉള്ളതായി ദൗത്യ സംഘത്തെ ഉദ്ധരിച്ച വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മ്യാൻമാറിൽ 144 പേർ മരിച്ചതായും 732 പേർക്ക് പരിക്കേറ്റതായും മ്യാൻമാർ സൈനിക വിഭാഗം മേധാവിയെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്യുന്നു. മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മ്യാൻമാർ ഭരണകൂട മേധാവി മിൻ ഓങ് ഹ്ലെയിങ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇന്നു രാവിലെ മ്യാൻമാറിലുണ്ടായ ഭൂചലനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. ആകാശത്തോളം പൊങ്ങിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതും കാണാം. ബാങ്കോക്കിലെ ഒരു ബഹുനില കെട്ടിടം തകർന്നതായി അറിയുന്നു. ഇവിടെ കുലുക്കം അനുഭവപ്പെട്ടതോടെ ആളുകൾ പുറത്തേക്ക് ഓടുകയായിരുന്നു. ബാങ്കോക്കിലെ പണി പൂർത്തിയാകാത്ത 30 നില കെട്ടിടം ഭൂകമ്പത്തിൽ തകർന്നതിനെ തുടർന്ന് 43 നിർമ്മാണ തൊഴിലാളികളെ കാണാതായി തായ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചാറ്റു ചെക്ക് പാർക്കിങ്ങിന് അടുത്തുള്ള കെട്ടിടത്തിനുള്ളിൽ 50 പേർ ഉണ്ടായിരുന്നു. ഇതിൽ 7 പേർ രക്ഷപ്പെട്ടപ്പോൾ 43 പേർ കുടുങ്ങിയതായി അറിയാൻ കഴിഞ്ഞു.